ചെരുപ്പിട്ട് നടന്നോ കുഴപ്പമില്ലേ, മഴക്കാലല്ലേ. പുറത്തേക്ക് ഇടുന്ന ചെരുപ്പ് ഉള്ളിലിടരുത്, ഉള്ളിൽ കിട്ടുന്ന ചെരുപ്പ് പുറത്തിടരുത്. നല്ല പുതിയ ചെരുപ്പ് ഉള്ളിലിടുക, പഴയ ചെരുപ്പ് പുറത്തിടുക, കേടുവന്ന് ചെരുപ്പ് എടുത്ത് വലിച്ചെറിയുക. നീ എന്തിനാ ഇന്ന് നല്ല മഴയാണ്. നല്ല മഴയായതും കൊണ്ട് മഴക്കാലം വന്നു കഴിഞ്ഞു വെച്ചാൽ നമുക്കിനി നമ്മുടെ ഈ അടുക്കള തന്നെ ശരണം അല്ലേ. ഈ ഓട്ടുപേര ആയതുകൊണ്ട് എത്ര ഇതായി ചെയ്താലും നല്ല ചോർച്ച ഉണ്ട് കേട്ടോ. ഓട്ടുപേര കണ്ടോ, അതവിടെയൊക്കെ കണ്ടില്ലേ മഴ പെയ്തിട്ടേ ചോർന്നു. മഴ ചോരില്ല, ഒരു കൊല്ലം ചോരില്ല. ഇത് നേരെ മേഞ്ഞാല് ഇതിന്റെ മുകളിൽ മയിലോ അങ്ങനെ എന്തെങ്കിലും വന്നിരുന്നു കഴിഞ്ഞു വെച്ചാൽ ഓടങ്ങോട്ട് നീങ്ങും. പലതരത്തിലുള്ള ഓടായതും കൊണ്ടില്ലേ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്താ എല്ലാവിടെയും വെള്ളം ഉണ്ടാവില്ല, പക്ഷെ അടുക്കളയിൽ വെള്ളം ഉണ്ടാവും. ഇനി എങ്ങനെ പറയാ, നമ്മുടെ രാത്രിയത്തെ കുറച്ച് ഇനി രാത്രിയത്തെ എന്നല്ല, ഇനി പകല് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എങ്ങനെ ഉണ്ടാവും വെള്ളവും ചളിയായിട്ട്. ഇവിടെ നോക്കുമ്പോൾ ഈ സൗകര്യമൊക്കെ തന്നെ ഉള്ളൂ. ഇങ്ങനെ ഏപ്ലിക്കന്നെ അട്ടക്കരി ഒക്കെ വലിച്ചിറങ്ങി നമ്മളിവിടെ കത്തിക്കണല്ല കേട്ടോ, കത്തിക്കൊന്നും ചെയ്തില്ല, എന്നിട്ടും വലിച്ചിറങ്ങി. മഴ പെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കാണ് തീ പോലും. നമ്മൾ ഇവിടെ എന്താ അടുപ്പിൽ, ഈ ഉള്ളിലെ അടുപ്പിൽ നമ്മൾ ചോറും കൂട്ടാനൊന്നും വെക്കണില്ല, എന്നിട്ടാണ് മഴ പെയ്തിട്ട് ഇങ്ങനെ വരുന്നത്. ഇനി കുറേ കൂട്ടുകാർ പറയും വൃത്തിയില്ല, നമ്മൾ പറയരുത്. അല്ല, ഞങ്ങളുടെ സൗകര്യത്തിന് വെച്ചിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇതപ്പോൾ അവിടെ അടുപ്പിൻ്റെ അവിടെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ, ഫുള്ള് മഴ പെയ്തിട്ട് ഫുള്ള് ഇതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് ചെയ്യണം കേട്ടോ. അതിപ്പോൾ ആരോടും ഒരു ഇതായിട്ട് പറയല്ല. കുറേ പേര് ഇങ്ങോട്ട് പറഞ്ഞു തരാൻ തന്നിട്ടൊന്നും കാര്യമില്ല, കാരണം നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് ചെയ്യാനേ പറ്റൂ. അപ്പോൾ അത് താല്പര്യമില്ലാത്തവർ പിന്നെ എന്താ വെച്ചെങ്കിൽ പറയുക, അത് നമ്മളത് കേൾക്കുക എന്നല്ലാണ്ട് വേറൊരു നിവൃത്തിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എന്താ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറേ പൈസ ചിലവാക്കിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടും കാര്യമില്ല. കുറേ നമ്മൾ പൈസ ചിലവാക്കി ഓരോന്ന് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. പിന്നെ എന്താ ഇനി മഴയാണ്, നമുക്കും നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്. ഇതെല്ലാം ആർക്കും ആഗ്രഹമില്ലാതിരിക്കുക, നല്ലൊരു വീട്ടിൽ താമസിക്കണം, നല്ല രീതിയിൽ. നാളെ ഷീറ്റ് മാറ്റാൻ എന്തായാലും പറ്റില്ല. ഓട് മാറ്റി പറഞ്ഞെങ്കിൽ ഓട് ഏത് കോലത്തിലുള്ള ഓടാന്ന് പറയാൻ പറ്റില്ല, ഏത് അളവില്ല എന്ന് പറയാൻ പറ്റില്ല. പട്ടികൾക്ക് മാറ്റൊന്നും അത് പറ്റില്ല. അപ്പോൾ ഇനി തൽക്കാലം അതിന് മേലേക്ക് ഷീറ്റ് ഇടാന്ന് മാത്രമേ ചെയ്യാൻ പറ്റൂ. കുറച്ച് വെളിച്ചെണ്ണ എടുക്കുമ്പോൾ അത് ഷീറ്റ് ഇട്ടാലും ഈ പറയുമാതിരി ചോരാതിരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഈ പരിധിക്കുള്ളിൽ വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അത് വൃത്തിക്കുറവെന്നോ അല്ലെങ്കിൽ ചന്തക്കുറവെന്നോ ആർക്കും തോന്നണ്ട. ഉള്ളത് കുട്ടികളുള്ള ഇതിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും വലിയ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ ഇത് ഒരുപാട് വലിയ വീടല്ല, വലുപ്പത്തിലൊന്നല്ല, വീട് വലുതായിട്ട് തോന്നിയാലും ശരി, അത് പിന്നെ ഈ ചെറിയ കുട്ടികളും നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾക്ക് അനുസരിച്ചുള്ളത് ചെയ്യാൻ പറ്റുമോ. നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മളെ വിലയിരുത്തരുത്, നമ്മൾ അങ്ങനെ കാണുകയും ചെയ്യരുത്. അങ്ങനെ കണ്ടിട്ടും കാര്യമില്ല, കാരണം നിങ്ങളുടെ സാഹചര്യങ്ങളല്ല നമ്മളുള്ളത് കൊണ്ട് ഇങ്ങനെ ഉരുണ്ട് പോകണമെന്നല്ലോ. അപ്പോൾ അതും ഇതും കൂടി കമ്പയർ ചെയ്ത് തോന്നരുത്, അല്ല കമ്പയർ ചെയ്ത് നോക്കരുത്. നിങ്ങളുടെ സാഹചര്യത്തിലല്ല ഞങ്ങളുള്ളത് കൊണ്ട് ഇങ്ങനെ കുഴപ്പമില്ലാതെ തട്ടിമുട്ടി പോകണമെന്നുള്ളൂ, ആർക്കും തോന്നരുത്. അപ്പോൾ എന്തായാലും വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇതെന്താ ഇത് പറയാൻ തന്നെ കാരണം എന്നറിയോ, കാരണം കൂട്ടത്തോടെ ഇല്ലെങ്കിലും ഇതൊക്കെ വേണ്ട നമ്മളെന്ത് അതൊന്ന് പറയട്ടെ, അതിനിടയിൽ കളിക്കാൻ നിൽക്കുന്നു. മഴ തുടങ്ങി, മഴ ഗംഭീര മഴയാണ് കേട്ടോ. നമ്മുടെ ഒന്ന് തോർന്നൊരു ചെറിയ ഗ്യാപ്പ് കിട്ടിയതാണ്. അപ്പോൾ കറണ്ട് വന്നു പോയി കൊണ്ടേ ഇരിക്കുന്നില്ലമ്മ, വരിക പോവാ വരിക. ഇങ്ങനെ തന്നെയാണല്ലോ. അനിയേട്ടന് രാത്രി ആയപ്പോൾ ചപ്പാത്തി കഴിക്കണം പറഞ്ഞിട്ട് ചോറ് വെച്ചിട്ടുണ്ട്, ചോറും ഉണ്ട്. അമ്മ ഞങ്ങൾ വരുമ്പോഴേക്കും ചിക്കൻ കറി വെച്ചിരുന്നു കേട്ടോ. നാടൻ കോഴി വെക്കണം, നാടൻ കോഴി തന്നെ അല്ലമ്മ, അമ്മ വെച്ചിരുന്നു കേട്ടോ.
ബട്ടൺസ് ഇട്, തണുക്കുണ്ട് അല്ലേ? ആ അതന്നെ പറഞ്ഞ് മഴയപ്പോ തണുക്കും കേട്ടോ. അമ്മേ അച്ഛൻ വെട്ടി തരടി. ഓരോരുത്തരും ഞങ്ങള് പോയപ്പല്ലേ അമ്മമ്മ വീട്ടിൽ കൊണ്ടേക്ക്, ഞങ്ങളെ അമ്മമ്മ വീട്ടിൽ കൊണ്ടേക്ക് പറയായിരുന്നു അത്രേ. അവർക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റാണ്ട് അവര് ഞങ്ങളെ ഒറ്റയ്ക്കാക്കിട്ട് പോയപ്പോ കുഴപ്പമില്ല. അപ്പൊ ഒരു കുഴപ്പമില്ല അല്ലേ? അല്ലേ കുഞ്ഞുണ്ണിയൊക്കെ കണ്ടോ? കുഞ്ഞുണ്ണി വേഗം നമ്മളവിടെ ഒറ്റയ്ക്കാക്കിട്ട് ഒറ്റ സ്നേഹം നോക്കും. ഈ അച്ഛമ്മേനെ ആരെ കൂട്ടിയിട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ ഞാൻ അച്ഛമ്മേനെ നോക്കണ്ട്. എന്നിട്ട് അവര് വേഗം വന്നിട്ട് നോക്ക് പറയണോ, ചേച്ചി വരില്ലേ? ഏട്ടന്മാരെപ്പോഴാ ഏട്ടനെപ്പോഴാ കൊണ്ടുവരുന്നു? ചേച്ചിമാരെപ്പോഴാ കൊണ്ടുവരുന്നു? കുഞ്ഞുണ്ണി അല്ല, അവൻ പറയുന്ന ഒറ്റക്ക് അച്ഛമ്മേനെ ആര് കൊണ്ടുപോകുന്നു. ഞാൻ ഇതില് പരത്തന്നെ നല്ലേ, കുറച്ച് നീളം കൂടുതലാന്നുള്ളൂ. ഏതല്ലേ ഇതിപ്പോ എന്താ നീളം കൂടുതൽ? നീളം കുറവുണ്ടായിരുന്നല്ലോ ഇവിടെ ഒന്ന്. അമ്മോ ചപ്പാത്തി ഉണ്ടാക്കിക്ക വേഗം. ആ അത് ഓടക്കൊല്ലാണ്. അവർക്ക് ഇപ്പൊ കണ്ടതൊക്കെ കളിക്കാനുള്ള സാധനങ്ങൾ. ചപ്പാത്തി വേവിക്കാൻ തുടങ്ങിക്കോ അമ്മോ. ചപ്പാത്തി വേവിക്കാൻ തുടങ്ങിക്കോ. ദോശ ഉണ്ടാക്കണ ചട്ടിയിലിട്ട് വേവിക്കരുതേ, പുലിവാലാവും. അന്നത്തെ പോലെ കേട്ടോ. പിന്നെ അതിനിപ്പോ ഇത് ആവണ്ടേ? രണ്ട് പാപ്പയ്ക്കല്ല അമ്മ, ഉരുളക്കാണ്. ഉരുളക്കാണ് തിന്നാൻ പാടില്ലാട്ടാ. രണ്ട് പാപ്പ വേണം പറഞ്ഞിട്ട്. അല്ല കോങ്ങാട്ട് നിന്നാണോ സംഭവം? നമ്മുടെ കോങ്ങാട് എന്താ ഒരു പച്ചക്കറി കടയിൽ നിന്നേ എന്താ നല്ല വിഷമുള്ള പച്ചക്കറികൾ കിട്ടിയിട്ട് കേട്ടോ. നമ്മളാണെങ്കിലും കോങ്ങാട് പോയിട്ടല്ലേ പച്ചക്കറി വാങ്ങുക. ഇത് ന്യൂസ് കണ്ടപ്പോൾ മുതൽ ആകെ പേടി. ഉരുളക്കിഴങ്ങിലും കക്കരിക്കയിലൊക്കെ ആയിരുന്നു ഇത്ര കൂടുതൽ. അതൊക്കെ പിന്നെ ന്യൂസൊക്കെ വേഗം മുക്കിട്ടോ, കാരണം കടക്കാരുടെ കച്ചവടം ഉണ്ടാവാനല്ലേ. നമ്മളെ തിന്നണ കോങ്ങാടാ കൊണ്ട് പേടി, തിന്നണ നമ്മളല്ലേ, കാര്യമില്ല. അമ്മ ന്യൂസിലുണ്ടായിരുന്ന മിഞ്ഞാന്നത്തെ ന്യൂസിൽ ചെയ്യാം. അപ്പൊ പച്ചക്കറിയിലും ഫ്രൂട്ട്സിലും പച്ചക്കറിയിലും നല്ല രീതിയിലുണ്ട് ഇത്ര. പിന്നെ എവിടെ പോയിട്ട് വാങ്ങും? വെള്ളപ്പയറ്, മുതിര ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞു വെച്ചാല് ഒരു കുഴപ്പമില്ല. അത് ആർക്കും പറ്റില്ലല്ലോ. കറുവത്തുങ്കായ, മുരിങ്ങ, ഉരുളക്കിഴങ്ങിലൊക്കെ കൂടുതലാത്രേ. തക്കാളി നോക്കി നോക്കാം, എത്ര 2 ദിവസം വെച്ച തക്കാളി കേടുവരുന്ന തക്കാളി ഇപ്പൊ ഒരാഴ്ചയല്ല 2 ആഴ്ച കഴിഞ്ഞാലും തക്കാളി കേടുവരുന്നില്ലല്ലോ. ഉരുളക്കിഴങ്ങിലൊക്കെ എത്ര കൂടുതൽ. പക്ഷെ കടയുടെ പേര് പറയണേ ഇല്ല. കടയുടെ പേര് പറഞ്ഞിട്ടേ ഇല്ല ന്യൂസില്. എല്ലായിടത്തും ഉണ്ടാവേനെ. എത്ര പച്ചക്കറി കടക്കാരുണ്ട് അവിടെ. കുത്തു നോക്കിയൊക്കെ. അതിനിപ്പോ ചില്ലറ ഇല്ലെന്നില്ല, ഗുണ്ടായിരുന്നു ഗുണ്ട. അതെവിടെ പോ? അതെവിടെ പൊന്നു? കൊണ്ടേതെവിടെ? അതെവിടെ? ആ ഗോതമ്പുണ്ട എവിടെ? ഞങ്ങള് പോയിട്ട് മഴ ഉണ്ടായിരുന്നു അവിടേക്ക്. ഇങ്ങോട്ട് നോക്കടാ പിന്നെ നോക്ക്. ഇവരെപ്പോഴാ വന്ന് പിറ്റേ വൈകുന്നേരത്തോ? അന്ന് വൈകുന്നേരത്തോ? പിന്നെ എന്ത് നനഞ്ഞിട്ടുണ്ടോ? ആ അത് ഇടയിലൊക്കെ ചോരുണ്ട്, മഴ പെയ്യല്ലേ. നീ നാളെയും കൂടി നല്ല ചോർന്ന വലിയച്ഛൻ നമ്മക്കില്ലേ. ഇന്ന കുത്തുനോക്ക് മാവ് കൊടുക്കാത്തതിന്. അത് പന്നില്ലേ, എന്നെ നേരത്തെ തോന്നൊരു കുത്തി വെള്ളം ചോദിച്ചിട്ട് കൊടുക്കാണ്ട് വെള്ളക്കുപ്പി വാങ്ങി വെച്ചപ്പോ എന്നെ തോന്നൊരു പൊരിഞ്ഞ് കിട്ടിയിരിക്കുന്നു.
ഇതിപ്പോ ഇവിടുന്ന് വെള്ളം ഇടിയൊക്കെ തുടങ്ങിയത് ഇപ്പൊ നമ്മളെ കുറേ ആയില്ലേ നമ്മുടെ കുക്കിംഗ് വീഡിയോസൊക്കെ നേരെ ഇട്ടിട്ട് ഇനി നമ്മുടെ കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇടാട്ടോ. എന്താ പാലക്കാടൻ ഓരോന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്ന കാര്യങ്ങളും കറികളൊക്കെ വെണ്ടയ്ക്കപ്പുളി വഴുതനങ്ങപ്പുളി പറഞ്ഞ പോലെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ആയി ലേട്ടാ. പച്ചക്കടലൊന്നും ഒരു കുഴപ്പമില്ല. കഴിച്ചോ ഞാൻ കഴിച്ചോട്ടോ, തടി വറ്റേട്ടോ. ആ പച്ചക്കടല തന്നെ തടിക്ക് തടി വറ്റാണ്, അല്ലാണ്ട് എന്താ അവനും വറ്റ തടി എന്ത് തടി വറ്റുണ്ട്. മരുമക്കളില്ലായിരുന്നു ഇപ്പത്തെ മരുമക്കൊന്നും അതിന് അതി ഉണ്ടാക്കുക പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ചോറുണ്ടല്ലോ അതാണ്ടോ ഇത് നല്ല മയമൊന്നുമില്ല. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ ചപ്പാത്തി ഉണ്ടാക്കുക പറഞ്ഞു. ഞാൻ ചപ്പാത്തി വേണ്ട പറഞ്ഞിട്ട് രാത്രിയിൽ. പക്ഷെ രാത്രിയിൽ 15 പ്രാവശ്യം ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്. 15 പ്രാവശ്യം പോയിട്ട് വരുന്ന കാര്യം മഴക്കാലത്ത് വീഡിയോ ഒന്നിട്ട് നടക്കില്ലേ ഇനി എങ്ങനെയാണെങ്കിൽ. മഴക്കാലത്ത് വീഡിയോ എടുത്ത് നടക്കില്ല ഇനി പറയും എങ്ങനെയാണെങ്കിൽ. കടല കഴിഞ്ഞോ? മഴക്കാലം കഴിച്ചു. മഴക്കാലത്ത് എന്തോ ഭാഗ്യം വിറക് എടുത്തു വെച്ചത്, ഇല്ലെങ്കിൽ ഇപ്പം നല്ല കോലായേനെ. ഇനി ഗ്യാസ് നിറയ്ക്കണം. ഞങ്ങളൊരു പ്രാവശ്യം പാക്കറ്റ് ചപ്പാത്തി വാങ്ങിയിട്ടാ. പാക്കറ്റ് ചപ്പാത്തി വാങ്ങിയിട്ടേ അത് ഇവിടെ കൊണ്ടുവന്നപ്പല്ലേ ആർക്കും ഇഷ്ടമായില്ല. ഫോണടിക്കുന്നു. എന്ത് അതെങ്കിലും അത് അപ്പം ചെയ്തില്ല. അതും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെയും വഴുകി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അത് ആ സമയത്ത് ഇല്ല പറഞ്ഞാൽ ഈ സമയത്ത് ആ മുട്ടിക്കൊള്ളി എടുത്തിട്ട് കത്തിക്കാൻ പറ്റും. സൂത്രപ്പണി. എന്ത് സൂത്രപ്പണി അത്? ഇങ്ങനെയൊക്കെ ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ ചെയ്യണ കേട്ടോ അങ്ങനെ. ഞാനും അങ്ങനെ ചെയ്യും. പൊള്ളക്കുണ്ടോ? പൊള്ളം വന്നു. അവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ 4 ഉള്ളതുണ്ട്, പക്ഷെ ഇവിടെ ഇല്ല. അപ്പം ഞാനിങ്ങനെ ചെയ്യട്ടാ. ഇതെന്താപ്പത്? എവിടേക്ക് വലിച്ചോണ്ട് വരുന്നത്? എവിടേക്ക് വലിച്ചോണ്ട് വരുന്നത്? മാവ് കഴിഞ്ഞേ. എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാൻ നോക്കണം. അതാ പോയി കുട്ടി ഇവിടെ ആക്കിയിട്ട് പോയി സുകന്യനെ. അച്ഛൻ അമ്മൊക്കെ എന്ത് ചെയ്യുന്നു? എന്ത് ഫോണിൽ നോക്ക് എന്തെങ്കിലും. ഇങ്ങനെ ചെയ്യാനുള്ള സാധനം വാങ്ങണം കേട്ടോ. 4 ഉള്ളത് പിടി പോലുള്ളത്. അതിൽ എന്തപ്പോ ഒന്ന് മഴ ഒന്ന് കുറഞ്ഞേക്കണൂല്ലേ? മഴ കുറഞ്ഞു. ആ മാവ് കണ്ടിട്ടുള്ള ഇളക്കാണ്. ആ മാവ് തരില്ല. അല്ല അപ്പം കൊണ്ട് 2 കൊണ്ട് എന്താ ചെയ്ത്? വേച്ചെറു ഞാൻ പൂരി ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ 3 പൂരിക്കുള്ള മാവ് അവൻ തന്നെ കൊണ്ടുപോകും. നരി കുഞ്ഞേ. ഓ ശരി, അടച്ചു അടച്ചിട്ടുണ്ട്. ഇനെന്താ തുറക്കണോ? തുറന്നോ? തുറന്നോ? അപ്പൊ നീ എന്നല്ലേ അടച്ച്? ഞാനാണ് അടച്ച്. കട്ടില പൊളിക്കണ്ട. നേരം കുറച്ച് പിന്നെ സദ്യ അവിടെ പോയിട്ട് എന്തിനാണ് തൊള്ളയുന്നത്, എന്താ ചോദിച്ചിട്ട് സമാധാനിപ്പിച്ചിട്ട് വന്നു. പിന്നെ കുറച്ച് നേരം പിന്നെ ഞാനത് അത്ര ഓർത്തില്ല. ഞാൻ രാവിലെ എണീറ്റ് പോകുമ്പോ സമയം വൈകി. ഞാൻ ഉപദ്രവിക്കല്ലേ അമ്മോ. ഞാൻ രാവിലെ വർക്കൗട്ടിന് പോകുമ്പല്ലേ ഓട്ടോ എടുത്ത് പോയില്ലേ, പോവാൻ നേരത്തെ കറണ്ട് ഉണ്ടായിരുന്നില്ല. നാളെ ഇതേപോലെ ബൈക്ക് എടുത്തിട്ട് പോണ സമയത്തും തന്നെ അവനൊന്ന് വിളിക്കാണ്ട് ഏട്ടനാട് പോയി. ഞങ്ങള് പോയി വരുവോളം അവന് വിഷമം.
ആരാണാവോ വണ്ടി കൊണ്ടേ പറഞ്ഞു നേരം വൈകുന്നുണ്ട്. ഞാൻ വേഗം വണ്ടി എടുത്ത് പോയി. ഓ അപ്പൊ നോക്കുമ്പോ ഭൂരി നാളെ പോകുമ്പോ ഇരുട്ടാവുകയും ചെയ്തു. പിന്നെ അവനെ ഞാൻ വിളിക്കേണ്ട പോയി. അപ്പൊ ആരെ വണ്ടി കൊണ്ടുപോയി അവന് മനസ്സിലായില്ല. അപ്പൊ തുടങ്ങിയ ബഹളം വെക്കല്. അത് മാത്രല്ല കേട്ടോ, ഒന്നങ്ങോട്ട് വന്ന് കണ്ടിട്ട് അവന്റെ സ്നേഹം കാണണ്ട തന്നെയായിരുന്നു. എൻ്റെ അപ്പോ അവന്റെ ഒരു സ്നേഹം പറഞ്ഞ നമ്മള് എങ്ങനെ അവനെ കൊഞ്ചിക്കണോ അതിനനുസരിച്ചിട്ട് പാവം എന്താണെന്നറിയോ വന്നിട്ട് അത് ഞാൻ അതിന് ഉമ്മ കൊടുക്കണതാണ് അവന് ഞാൻ ചോറ് കൊടുക്കുമ്പോ എന്താ വെറുതെ അവനെ ഇങ്ങനെ പിടിച്ചിട്ടില്ലേ അവന് ഉമ്മ വെക്കും. ഉമ്മ വെച്ചിട്ടാണ് ഞാൻ തിന്നാൻ കൊടുക്കുള്ളൂ. അപ്പൊ അവനും വന്നിട്ട് ഇവിടെ ഇങ്ങനെ തട്ടുട്ടോ. അത് അമ്മൂനിയും തന്നെ. എന്നിട്ട് അമ്മു പറയും അതൊന്നല്ല അപ്പിയുള്ള അങ്ങോട്ട് വാ, കുട്ടിക്ക് വെള്ളം തരവാ, വെള്ളം തരവാ, കുട്ടിക്ക് നല്ല വെള്ളം തരവാ, നല്ല വെള്ളം തരാ. അതാ പിന്നെ ഒരു കുപ്പിയൊക്കെ എടുത്തി, കുപ്പിയൊക്കെ എടുത്തി. അവനാ ചപ്പാത്തിയാണ് ഉന്നം വെച്ചിരുന്നു കേട്ടോ. അത് എടുത്തിട്ട് മാറ്റിക്കോ. കുട്ടി ചപ്പാത്തി വരത്ത്, ഒന്ന് ചപ്പാത്തി വരത്ത്. അതിലൊക്കെ ഇരുന്നിട്ടൊക്കെ നല്ല പരത്താൻ പറ്റില്ല. ഇപ്പോ 2 ചപ്പാത്തി കറി. നമ്മുടെ ഇതൊക്കെ എപ്പോഴോ കഴിയേണ്ടതാണ് കേട്ടോ. അപ്പയ്ക്കും മഴ. പിന്നെ നമുക്ക് നാളെ ഒരു കല്യാണം ഉണ്ട്. ദർസയിൽ വെച്ചിട്ടാണ് കേട്ടോ കല്യാണം. അപ്പോൾ നാളെ പോകണം. അവരിവിടെ വന്ന് നമ്മളെ വിളിച്ചതല്ലേ, അപ്പൊ നമ്മൾ പോവാതിരിക്കാൻ പറ്റുമോ? അപ്പൊ ഇന്ന് എന്താണ് കഴിച്ച്? കടയത്തല്ലേ അല്ലെങ്കിൽ കല്യാണ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് തന്നെയാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ തൊട്ടടുത്തുള്ളത്. എന്താ അവിടെ തന്നെ മിന്നലുണ്ട് കേട്ടോ. ഇടിമിന്നുണ്ടോ? എന്ത് ടോർച്ച് കൊണ്ടിരുന്നാരെങ്കിലും. ഇങ്ങനെ മഴ പെയ്യുമ്പോഴാണ് മീന് കേറുക കേട്ടോ. മീനില്ലേ, പാടത്തെ മീനൊക്കെ തോട്ടിക്കൊക്കെ കയറും. ആ സമയത്തില്ലേ എൻ്റെ വീട്ടിലൊക്കെ ആദ്യം മീൻ പിടിക്കാൻ പോകുമായിരുന്നു എൻ്റെ ചെറിയേട്ടനൊക്കെ. അടുത്തുള്ളവരെല്ലാരും പാടെ പോയിട്ട്. അതൊക്കെ പണ്ട്. ഇപ്പൊ പാടത്തെ ഫുള്ള് വാഴച്ചാല. പാടല്ലമ്മ, ഞങ്ങളുടെ വീട്ടിക്ക് പോണ. ഇപ്പളാ ഞാൻ പറഞ്ഞ, അന്നൊക്കെ അന്ന് നെൽപ്പാടങ്ങളായിരുന്നു. അതിൽ കൂടെ ഇഷ്ടം പോലെ മീനായിരുന്നു. പിന്നെ തോട് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. അത് കൂടെ ആ ചാലിക്കൂടെ കിടക്കുന്നത് കല്ലിന്റെ ഗ്യാപ്പ് കിടക്കുന്ന മീനിറങ്ങും, പുഴയുന്ന മീനിറങ്ങും, കുളത്തുനിന്ന് മീനിറങ്ങും. ചപ്പാത്തിക്കാരാ, അച്ഛക്ക് 2 ചപ്പാത്തി തരുമോ? അതാണോ ഇങ്ങനെയാണോ തിന്നണ്ട അച്ഛാ? അടി കിട്ടുന്നു. മാറുന്നോ കുഞ്ഞിന് അടി കിട്ടും. പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. ഞാനില്ലേ ചപ്പാത്തി വേറൊരു രീതിയിൽ ഉണ്ടാക്കണം വിചാരിച്ചാട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ കറണ്ട് വന്ന് പോയി കൊണ്ടിരിക്കുക. അപ്പോൾ ഏട്ടാ കുറേ ദിവസമായി നമ്മൾ കുക്കിങ് ചെയ്തിട്ട് വേറെ നമ്മൾ നല്ല രീതിയിലൊരു കുക്കിങ് ചെയ്യാറ്. അപ്പോൾ തുടങ്ങി കറണ്ടും പോക്ക് മഴയും. അതും കൊണ്ട് എന്തത് മടക്കി ചപ്പാത്തിയാ? ഓ എൻ്റെ പോ. അപ്പോൾ അങ്ങനെ പറ്റിയില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കാം. ഇനി ഓരോ ദിവസം ഓരോ രീതിയിൽ വേണ്ടേലേട്ടാ. ഇല്ലെങ്കിൽ ദിവസം എടുത്തിടാട്ടോ. അപ്പോ എന്താണ് നിങ്ങളുടെ നാട്ടിലത്തെ അവസ്ഥ? മഴ ഉണ്ടോ? കോട്ടയത്തു നിന്നൊരു ഫ്രണ്ട് വിളിച്ചപ്പോൾ പറഞ്ഞു ഉച്ചവരെ നല്ല വെയിലായിരുന്നു ചേച്ചി, ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ടാ. കണ്ണൂരിൽ നിന്ന് മധുരട്ട വിളിച്ചപ്പോൾ പറഞ്ഞു ഭയങ്കര മഴയാണ്, കിണറിൽ വെള്ളം കൂടി. അതെ, അടിപൊളി മഴയാണ് സാറേ. കണ്ണൂർ ഭാഗത്തേക്ക് നല്ല മഴയാണ്. പുഴയിൽ വെള്ളം കൂടി, കിണറിൽ വെള്ളം കൂടി.
എനിക്ക് കാരണം പണിയെടുക്കാൻ പറ്റണ്ടായി. അതന്നെ മഴ പെയ്തുള്ള അവസ്ഥ. അതിന്റെ ഒരു രസം കൂടി പറഞ്ഞുതരാം. കഴിഞ്ഞ പ്രാവശ്യത്തിന് മുമ്പത്തെ പ്രാവശ്യം വരെ നല്ല മഴ പെയ്യുമ്പോൾ ഏട്ടനും അനിയനും മലമ്പുഴ മീൻ പിടിക്കാൻ പോട്ടോ. 2 ദിവസം നല്ല മഴയെന്ന് വെച്ചാൽ പിറ്റത്തെ ദിവസം മീൻ പിടിക്കാൻ വന്നിട്ട് ഒരു കുട്ടിച്ചാക്കിനൊക്കെ മീൻ പിടിച്ചിട്ട് കൊണ്ടുവരും. പിടിക്കുക ഇത്ര പോകുന്ന മീനുകൾ എന്നിട്ട് നമ്മൾ ഇവിടെ അടുത്തൊക്കെ കൊടുക്കട്ടെ ഇവർക്ക്. അപ്പോൾ ഒരു എല്ലാവരും പാടെ ഒരു കൂടുമ്പോഴേ നല്ലൊരു ഹരമായിരുന്നു. ഇപ്പൊ പിന്നെ എല്ലാവരും ഓരോ വഴിക്ക് എത്തിയില്ലമ്മ. എന്താണ് രാത്രി ഫുള്ളും പോയി കഷ്ടപ്പെട്ട് വന്നിട്ട് പിറ്റേ ദിവസത്തേക്ക് മീനും തിന്നാൻ വയ്ക്കില്ല, മീൻ നേരാക്കാനും വയ്ക്കില്ല. അന്നൊക്കെ നേരാക്കാൻ അച്ഛൻ കൂടുമായിരുന്നു. ആരെ നേരാക്കാൻ? അച്ഛൻ മരിച്ചിട്ട് പിന്നെ കൊണ്ടുവന്നിട്ടില്ല. അച്ഛൻ മരിച്ച ശേഷം പിന്നെ പോയിട്ടില്ല. ഏട്ടൻ പൂതി കയറിയിട്ട് ഒരു പ്രാവശ്യം അവിടെ പോയി വാങ്ങിയത്. അത് പുതുമഴയത്തല്ല, എപ്പോഴും വാങ്ങാൻ കിട്ടുമല്ലോ, അങ്ങനെ പോയി വാങ്ങിയത്. എന്തേന് കഴിഞ്ഞുതാ. അപ്പൊ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. ഇനി കറണ്ട് പോകുമ്പോഴേക്കും നമുക്ക് കഴിക്കണം. നിങ്ങളുടെ അവിടെ എങ്ങനെ മഴയൊക്കെ ഉണ്ടോ? മഴ പറയുമ്പോൾ സത്യം പറയാച്ച പേടിയുണ്ട് കേട്ടോ. ഉള്ള കാര്യം പറയാലോ, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് മഴയുടെ ഓരോ അല്ല മഴ പറയുമ്പോ തന്നെ പേടിയാണ്. സത്യം പറയാച്ച മഴ എന്ന് പറയുമ്പോൾ പേടിയാണ്. നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തേക്ക് ഓരോ അനുഭവങ്ങൾ നമ്മൾ കണ്ടതല്ലേ. അപ്പം അത് കാരണം മഴ ഭയങ്കര കാണുമ്പോൾ 2 ദിവസമൊക്കെ നല്ല ആവേശമാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും പിന്നെ സ്ഥിരമായിട്ട് വെയിലാണ് പറഞ്ഞാലും പേടിയാണ്, മഴയാണ് വെച്ചാലും പേടിയാണ്. പണിക്ക് സാധാരണക്കാർക്കൊക്കെ പണിക്ക് പോകാനേ നല്ല ബുദ്ധിമുട്ടല്ലേ മഴ ചെയ്യുക. ഇനി ഓട്ടം ഉണ്ടാവില്ല. മറ്റേത് പറഞ്ഞാൽ എവിടേക്കെങ്കിലും ആൾക്കാർ പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വിളിക്കലുണ്ടാവും. ഇനിയിപ്പോൾ അതും ഉണ്ടാവില്ല. ആകപ്പാടെ ബുദ്ധിമുട്ടാവും. ഇനി മഴ പെയ്താൽ പുറത്തിറങ്ങൽ കമ്മിയല്ലേ. മക്കളുടെ സ്കൂൾ തുറക്കുമ്പോഴേക്കും നല്ല മഴയായിരിക്കുന്നതാണ് തോന്നുന്നത്. നല്ല മഴയായിരിക്കും. ആർക്കും ആളപകടമൊന്നും ഇല്ലാതിരിക്കട്ടെ, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. നമുക്ക് അത്ര പറയാനല്ലേ പറ്റുള്ളൂ ലേട്ടാ. അതിൽ കൂടുതൽ എന്താണ് മഴ പറയുമ്പോൾ പേടിയാണ് ഓരോ അനുഭവങ്ങൾ. അങ്ങനെ ഇനിയൊന്നും ഇല്ലാതിരിക്കട്ടെ. എനിക്ക് അമ്മയുടെ ചിക്കൻ കറി കൂട്ടിയിട്ട് ചോറിനാണ് ഇഷ്ടം. ബസ്സി എന്തിനാ ജിമ്മിന് പോകണമെന്ന് പറയും കേട്ടോ. ഞാൻ അങ്ങനെ കണ്ടില്ലേ. അപ്പോൾ ചിക്കൻ കറി കൂട്ടി ഞാൻ എപ്പോഴും ഞാൻ തന്നെയല്ലേ വെക്കുക. ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ തന്നെയാണ് കേട്ടോ വെച്ചത്. ഇന്നലെ മാത്രം അമ്മ ഉണ്ടായിരുന്നു. അപ്പം അമ്മ ഉണ്ടാക്കണം മീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എല്ലാവരും പറയില്ലേ, മക്കൾ പറയാറില്ലേ, മാങ്ങ ഇട്ടിട്ട് മീൻകറി വെച്ചിരുന്നു. അത് ഇങ്ങോട്ട് തന്നു വിട്ടിരുന്നു കേട്ടോ മീൻകറി. ഞങ്ങൾ നോക്കുകയേ ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ മീൻകറി കേട് വന്നിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയുണ്ട് സുകന്യ അച്ചാറ്? ആ താത്ത നമുക്ക് സ്നേഹത്തോടെ തന്നു വിട്ടതാണ് കേട്ടോ. അതാണെങ്കിലോ ഞങ്ങൾക്ക് 1 മാസം കഴിക്കാനുള്ള അച്ചാറുണ്ടാവും. എനിക്കും സുകന്യയ്ക്കും മാത്രമാണ് നാരങ്ങ അച്ചാർ ഇഷ്ടമുള്ളൂ. വേറെ എന്താ അനിയനും ഇഷ്ടം. സുകന്യ വെറുതെ മനസ്സ് കഴിക്കൂട്ടാ. നല്ല രസമുണ്ട് അച്ചാറ്. ഉള്ളിലും ഒക്കെ അറിയാണ്ടാണ്, പുറത്തേക്കൊന്നും തുള്ളിക്ക് ഒരകൂടം മഴ. ഇനിയിപ്പോൾ പുറത്ത് വെപ്പൊന്നും നടക്കില്ല. അപ്പോൾ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് പറ്റും പോലെയുള്ള വീഡിയോസുകളൊക്കെ ചെയ്യാം അല്ലേ. എന്ത് അത് ദാ ഇവിടെ വെള്ളം ഇതാണ്ടോ ഒലിച്ചിറങ്ങണ കണ്ടമ്മ. ഇതിൻ്റെയൊക്കെയാണ്. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.